സിമ ലിമിറ്റഡ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് 5 minutes മേക്കപ്പ് കൊണ്ടാണ് കേട്ടോ. അതായത് ഒരു ബിസി മോംസിൻ്റെ ലൈഫിൽ നമുക്കറിയാം, പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 പിള്ളേർ കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് നമുക്ക് ഒരുങ്ങാനായിട്ട് ടൈം കിട്ടാറില്ല. അതെനിക്ക് നല്ലോണം അറിയാം. 3 പിള്ളേരുടെ അമ്മ എന്ന രീതിയിൽ എനിക്ക് നല്ലോണം അതിന് ബുദ്ധിമുട്ടറിയാം. അപ്പോൾ അങ്ങനത്തെ ഉള്ള അമ്മമാർക്ക് എങ്ങനെ നമുക്ക് ഇവരെ മാനേജ് ചെയ്തുകൊണ്ട് തന്നെ 5 minutes എന്തായാലും നമുക്ക് ഉണ്ടാവില്ല. ആ 5 minutes കൊണ്ട് എങ്ങനെ നമുക്ക് സുന്ദരിയാവാന്ന് നോക്കിയാലോ. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിൻ്റെ അപ്പുറത്താണ് ചെറിയൊരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലാണ് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ ആയിട്ട് കേട്ടോ. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് ഇതാക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആവാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഏതാണെന്ന് കണ്ടാലോ. നമ്മുടെ ഔട്ട്ഫിറ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക, ഡെനിമിൻ്റെ ഒരു ഡ്രസ്സാണ് കേട്ടോ. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡ്രസ്സാണ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് വെയർ ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് ലോങ് ആണ് കേട്ടോ, കണ്ടല്ലേ. ഇത് എത്രത്തോളം കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കുറച്ച് ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക തരം ഡ്രസ്സാണ്. അപ്പോൾ നമുക്കിത് ഇട്ട് കണ്ടാലോ. അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ ലിങ്ക് ഒന്നും ചോദിച്ചു വരരുത്, എനിക്ക് ലിങ്ക് ഇല്ലായിരുന്നു. കാരണം ഇത് ഇവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. അതുകൊണ്ട് ഇതിന് ലിങ്ക് ഒന്നുമില്ല. ഞാൻ ഓൺലൈൻ മീഡിയാസിൽ നിന്നല്ല വാങ്ങിയത്. നല്ല രസമുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇട്ട് കണ്ടാലോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം വന്നിട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ മുഖം എന്തായാലും ഫേസ് വാഷ് ഇട്ട് കഴുകിയേ പറ്റുള്ളൂ. കഴുകാണ്ട് നമ്മൾ ഒരു മേക്കപ്പ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് വാഷ് ഇട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കഴുകുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 2 ഐറ്റം ഞാൻ പറയുന്നത് എപ്പോഴും നമുക്ക് എന്താ പറയുക, അത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. വേറെ എന്ത് സ്കിപ്പ് ചെയ്താലും ഈ 2 ഐറ്റം സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീമാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. നിങ്ങളുടെ ഏതാണോ ഉള്ളത് ആ മോയ്സ്ചറൈസർ എടുത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മൾ 5 minutes ആയതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാം കൈ വെച്ചിട്ടാണ് മോയ്സ്ചറൈസർ എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിടാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഈ വീഡിയോൻ്റെ ലെങ്ത് ഇത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇത് 5 minutes എന്ന് പറഞ്ഞിട്ട് കൂടുതലുണ്ടല്ലോ എന്ന്. പക്ഷേ നിങ്ങളടുത്ത് പറഞ്ഞു തരുന്നത് കാരണമാണ് കേട്ടോ കുറച്ച് ലെങ്ത്തായി പോകുന്നത്. ഞാൻ പരമാവധി ലെങ്ത്ത് കുറയ്ക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മുഖത്ത് പറ്റി ഇത് നല്ലോണം അബ്സോർബ് ആവും. കാരണം ഈ ഞാൻ ഉപയോഗിക്കുന്ന ഈ പല മോയ്സ്ചറൈസറും പല ടൈപ്പാണ് കേട്ടോ. ഇത് വന്നിട്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ടൈപ്പാണ്. ന്യൂട്രിഡേപ്പിൻ്റെ മോയ്സ്ചറൈസറാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ സൂപ്പറായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഏത് മോയ്സ്ചറൈസർ വാങ്ങണമെന്ന് ഡൗട്ടുള്ളവർക്ക് ഇത് വാങ്ങാം കേട്ടോ. ഇത് വന്നിട്ട് വിഷ് കെയറിൻ്റെ ആണ്. സൺസ്ക്രീൻ വന്നിട്ട് ഞാൻ എല്ലാം പറയുന്നില്ല, നമ്മൾ വന്നിക്കുന്നത് അതിനല്ലല്ലോ. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണോ സൺസ്ക്രീൻ ഇടാറുള്ളത് അങ്ങനെ യൂസ് ചെയ്യുക കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടാൽ തന്നെ നമ്മുടെ ഫേസിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഫേസ് കുറച്ചും കൂടി ഗ്ലോ ആയിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടും ഒക്കെ കാണും. ഞാനിപ്പോൾ ജസ്റ്റ് പുറത്തേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഇത് 2 ഇട്ട് ജസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ല ഗ്ലാമർ ഉണ്ട് കാണാൻ. ഞാൻ സ്വയം പറയും ആരും പറയില്ലെങ്കിൽ ഞാൻ പറയും. അപ്പോൾ ബിസി ആയിട്ടുള്ള മോംസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറരുതല്ലോ. അപ്പോൾ നമ്മളിത് 2 അപ്ലൈ ചെയ്തു. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഫൗണ്ടേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങൾ നെക്സ്റ്റ് ഐറ്റം മാത്രം ഇട്ടാലും നല്ല ഭംഗിയുണ്ടാവും. ഞാൻ ഫൗണ്ടേഷൻ ഇടുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുന്നില്ല എന്ന് വെച്ചാൽ ഇട്ടില്ല. കാരണം നമുക്ക് സമയമില്ല. കാരണം പിള്ളേരുള്ള മംസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാത്തവർക്കും കാണാം. കാരണം നമുക്ക് സമയമില്ലാത്ത സമയത്ത് നമ്മൾ എന്താ പറയുക, ഒരുങ്ങി ഇറങ്ങാമെന്ന് പറയില്ലേ. അപ്പോൾ ഇത് ഞാൻ നമ്മൾ ഈ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. കാരണം ഞാൻ പലപ്പോഴല്ല മിക്കപ്പോഴും കൈ കൊണ്ടാണ് ചെയ്യാറ്. കാരണം എനിക്ക് സമയം കിട്ടാറില്ല. അതെ, ഇതിങ്ങനെ അങ്ങോട്ട് തേച്ചങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ബ്രഷ് ഉപയോഗിക്കാം. പക്ഷേ ഇത് ബിസി മോംസിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു ദയർ. കാരണം എന്നെപ്പോലുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ നല്ലോണം അബ്സോർബ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐറ്റം ബ്ലഷാണ് കേട്ടോ. ബ്ലഷ് എന്താ പറയുക, ബ്ലഷ് ഇട്ടില്ലെങ്കിൽ എനിക്ക് പറ്റില്ലെന്നേ. അതുകൊണ്ടാണ് ബ്ലഷ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നാൽ കുറച്ച് ഭംഗി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ബ്ലഷ് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗി. ഓക്കെ, അങ്ങോട്ട് ചിരിച്ചങ്ങോട്ട് ബ്ലഷ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാനേ. ഓക്കെ, ആ ബ്ലഷ് ഇട്ടപ്പോൾ വന്ന ഒരു ഭംഗിയുണ്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് കണ്ണ് എഴുതണ പരിപാടിയാണ്. എനിക്ക് കണ്ണ് ഇതിലേക്ക് നോക്കിയിട്ട് എഴുതാനായിട്ട് തീരെ അറിയില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യാൻ നോക്കാം. ഓക്കെ,
ഏതെങ്കിലും നിങ്ങൾ എങ്ങനെയാണോ കണ്ടെഴുതുന്നത് അതുപോലെ കണ്ടെഴുതാം. ഞാനിവിടെ അടിയിൽ പെൻസിൽ വെച്ചിട്ടും മുകളിൽ ഐലൈനർ ആണ് എഴുതുന്നത്. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഓക്കെ, ഇത് പലപ്പോഴായിട്ട് ഞാൻ ചെയ്യാറുള്ള എൻ്റെ എന്താ പറയുക, എൻ്റെ മാത്രം മേക്കപ്പാണ് കേട്ടോ അത്. അപ്പോൾ മിക്കവരും എന്നോട് ചോദിക്കാറുണ്ട് ഇതെങ്ങനെ ഇത്രയൊക്കെ ചെയ്തിട്ട് വരണേന്ന്. സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ ചെയ്യാനായിട്ട് അതിന് സമയമൊന്നും വേണ്ടത്. ഇത്തിരി വാലിരുന്നോട്ട്. എനിക്ക് വാലിടാൻ ഭയങ്കര ഇഷ്ടം. വാലിടാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇടണ്ട, ഞാൻ ജസ്റ്റ് ഇട്ടുന്നുള്ളൂ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പിന് അത്യാവശ്യം ഇത് കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. ഇനി ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാണ്. ലിപ്സ്റ്റിക്ക് ഇടാനായിട്ട് നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ലിപ് ലൈനർ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ലിപ് ലൈനർ വെച്ചിട്ട് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇത് നല്ല ലിപ്സ്റ്റിക്കാണ്. അതായത് നമ്മൾ സിമ്പിൾ മേക്കപ്പ് ചെയ്യുമേ, ഒരു ടിപ്പാണ്. സിമ്പിൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, കുറച്ച് നമ്മുടെ മുഖമൊക്കെ നല്ല രസത്തിലായിരിക്കും. അപ്പം എൻ്റെ മുഖം ഇരിക്കുന്നില്ല അതുപോലെ. ഓക്കെ, സെറ്റായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊന്നുമില്ല, ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യുക. നമ്മൾ ഈ ചെയ്ത മേക്കപ്പ് ഒന്ന് ഫിക്സ് ചെയ്യാം. ഞാൻ റെഡി. ഇനി ജസ്റ്റ് ഒരു ഇയറിങ്ങും പിന്നെ മുടിയും കെട്ടി കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവല്. ഞാൻ പലപ്പോഴും മുടി അയച്ചിടാറാണ് പതിവ്. അല്ലെങ്കിൽ ഞാനൊരു ബണ്ണെടുത്തിട്ട് പൊക്കി എല്ലാം കൂടി കെട്ടും. ഇതാണ് എൻ്റെ, ഒന്നില്ലെങ്കിൽ അയച്ചിടാം. ഇതാണ് രണ്ടും എനിക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ. പല ഹെയർ സ്റ്റൈലും ഞാൻ അങ്ങനെ ചെയ്യാറില്ല, കാരണം സമയം കിട്ടാറില്ല. നമുക്ക് വേണമെങ്കിൽ രണ്ടും ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു ഇതിന് കുറച്ചും കൂടി മുടി അയച്ചിടുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗി അല്ലേ. ആ മുടി അയച്ചിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുടി കെട്ടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ 5 മിനിറ്റ്സ് എന്ന് ജസ്റ്റ് പോണിറ്റൈൽ ഇട്ടാലും അത്യാവശ്യം നല്ല ഗ്ലാമറുണ്ട്. ആർക്കായാലും പോണിറ്റൈൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വേറൊരു ലുക്ക് തന്നെയാണ്. അപ്പോൾ അടുത്തൊരു കമ്മലാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമുള്ള കമ്മൽ ഏതാണെന്ന് വെച്ചാൽ ഇടാൻ പറ്റും. ഞാൻ മിക്കപ്പോഴും വീട്ടിൽ ഏതാണോ കമ്മലിട്ട് നിൽക്കുന്നത് ആ കമ്മലിട്ട് പോകാറുണ്ട് കേട്ടോ, കാരണം സമയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഞാൻ പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ ഈ കമ്മലാണ് കേട്ടോ വെയർ ചെയ്യുന്ന ഈ ഡ്രസ്സിൻ്റെ കൂടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്മൽ, നല്ല രസമില്ലേ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ കമ്മൽ പെയർ ചെയ്യുക. അപ്പം മേക്കപ്പിൻ്റെ ഏകദേശമൊക്കെ നിങ്ങൾക്ക് ധാരണയായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ഒരു മേക്കപ്പ് ഇട്ടിട്ട് നമുക്ക് കല്യാണത്തിന് വരെ പോവാന്ന് കാരണം സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. അതാണ് നമുക്ക് വേണ്ടത് അല്ലേ. നമുക്ക് ആൾക്കാരെ മുമ്പിലേക്ക് അത്യാവശ്യം ഗ്ലാമറായിട്ട് ആരും പറയരുത് എന്ത് കോലം കെട്ടി വന്നിക്കണം, എന്ത് കോലം നീതൂന്ന് അങ്ങനെ ചോദിക്കരുത്. കണ്ടില്ലേ സിൽഫറല്ലേ. ഇനി ഞാൻ ജസ്റ്റ് ഒരു സിറം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ മുടി അയച്ചിടുന്ന കാരണം കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. ജസ്റ്റ് കുറച്ചെടുത്തിട്ട് ഹെയറിലൊക്കെ ഒന്ന്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾ പോണിറ്റൈലാണോ കെട്ടുന്നതെന്നുണ്ടെങ്കിൽ, പോണിറ്റൈലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പൊക്കി അങ്ങോട്ട് കെട്ടാൻ. ഓക്കെ, അപ്പം ഇത്ര ഉള്ളോ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്ര ടെൻഷൻ അടിച്ചിരുന്നത്. നിങ്ങൾ എന്താ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ബിസി മോംസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സമയം ഉണ്ടാവില്ല മേക്കപ്പ് ചെയ്യാനും, എന്താ പറയുക, ഒന്ന് ഒരുങ്ങി ഇറങ്ങാനായിട്ട് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. കാരണം എനിക്കറിയാം നിങ്ങളുടെ മനസ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി എവിടെ പോവുകയാണെങ്കിലും കെട്ടിയോൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആരാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറയുക, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് ഇതിപ്പോൾ വരുന്നു എന്ന് പറഞ്ഞിട്ട്
ഇതങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ പിന്നെ വേറെ ലെവല്, നമുക്കൊരു സന്തോഷം കിട്ടും, കാണുന്നവർക്കാണെങ്കിലും എന്താ ഒരു ഇത് അത്. അപ്പോൾ നമുക്ക് ഓവറോൾ ലുക്ക് ഒന്ന് കണ്ടാലോ? കാണാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കണം. ബിസി മോംസിനും 5 മിനിറ്റ്സ് കൊണ്ട് ഒരുങ്ങാതെ ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയ്ക്കുള്ളൂ, ഇത്രയും കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് കിടുന്നൊരു ലുക്കല്ലേ ഞാനിവിടെ ഉണ്ടാക്കി. ഇത്രയും സുന്ദരി. ഇപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് വേണ്ട, ഒരു 10 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു 10 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിലേ എന്താ പറയുക, നമുക്ക് വേറൊരു ഇതൊന്നും തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനൊരു 5 മിനിറ്റിൽ ഉണ്ടാക്കി തുടങ്ങി, നിങ്ങൾക്ക് 10-15 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറാവില്ലേ? അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൽ വല്ല എന്തെങ്കിലും ഞാൻ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താലാണ് കേട്ടോ എനിക്ക് മനസ്സിലാവുള്ളൂ. കാരണം എനിക്ക് കുറച്ച് നാൾ ശേഷം വീഡിയോസ് ചെയ്യുന്ന കാരണം കൊണ്ട് ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല. എന്നാലും ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. അപ്പോൾ എന്നെ പോലുള്ള അമ്മമാർക്കും ഇങ്ങോട്ട് അണിഞ്ഞൊരുങ്ങി നടക്കണ്ടേ അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. പിന്നെ എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ആൻഡ് സീ കമ്മിങ് സൂൺ. അപ്പോൾ ബൈ ടേക്ക് കെയർ, ബൈ സീ യു.